നമസ്കാരം. നാളെ 2026 മാർച്ച് മാസം 13-ാം തീയതി, ഒരു ഐശ്വര്യപൂർണമായ വെള്ളിയാഴ്ച. ഈ ദിനം മുതൽ ചില പ്രത്യേക നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഗ്രഹനിലയുടെ അപൂർവമായ മാറ്റങ്ങൾ വഴി ഇരട്ട രാജയോഗം ഇവർക്ക് കൈവരുന്നു. ഭാഗ്യദേവത കനിഞ്ഞനുഗ്രഹിക്കുന്ന ആ 5 നക്ഷത്രജാതകർ ആരൊക്കെയാണെന്നും അവർ എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് നാളെ മുതൽ വലിയൊരു ഭാഗ്യത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. അപ്രതീക്ഷിത ധനലാഭം ഈ നക്ഷത്ര ജാതകരെ തേടി വരും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും നാളെ മുതൽ വേഗത്തിലാകും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് ഒരു വലിയ ചാൻസ് കാണുന്നുണ്ട്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൈവരും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ യോഗമുണ്ടാകും. പുതിയൊരു വീട് വയ്ക്കാനുള്ള യോഗമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരുന്നു. ജീവിതം ഗതി മാറാൻ പോവുകയാണ്. ഈ വഴിയിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ, ഉയർച്ചകൾ ഒക്കെ വന്നു ചേരും. ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അത്രയധികം നല്ലൊരു സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ കഴിയും. എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ് അശ്വതിക്ക്. അശ്വതി ഇനി ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തിച്ചേരും. ചില വഴിപാടുകളൊക്കെ ചെയ്യണം. അതൊക്കെ ഞാൻ വ്യക്തമായി പറയാം. വീഡിയോയുടെ അവസാനം വരെ കാണുക. 2ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകൻ നക്ഷത്രമാണ്. സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും അനുകൂല ദൃഷ്ടി ഇവർക്ക് വലിയ നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ, ഉയർച്ചയൊക്കെ കൊണ്ടുതരുന്നു. വിദേശയാത്രയ്ക്ക് ഭാഗ്യം വന്നു ചേരും. അനുകൂലമായ വാർത്തകൾ ലഭിക്കും. പാരമ്പര്യ സ്വത്തുക്കൾ കൈവരാൻ സാധ്യതയുണ്ട്. ഒരു പുതിയ വീട് വാങ്ങുവാനുള്ള യോഗവും വന്നു ചേരും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പല നല്ല കാര്യങ്ങളും ആരംഭിക്കുന്ന സമയമാണ്. സമൂഹത്തിൽ വലിയ അംഗീകാരവും ബഹുമാനവും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. രാഷ്ട്രീയത്തിലോ സാമൂഹിക സേവനത്തിലോ ഉള്ളവർക്ക് മികച്ച പദവികൾ ലഭിക്കും. മുടങ്ങിക്കിടന്ന വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. 3ാമത്തെ ഏറ്റവും അധികം ഭാഗ്യമുള്ള, ജീവിതത്തിൽ വലിയ ഉയർച്ചയിലെത്തിച്ചേരുന്ന, ആഗ്രഹങ്ങൾ ഒക്കെ സഫലമായി എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് കിട്ടുന്ന ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രം മറ്റാരുമല്ല, അത് ചോതി നക്ഷത്രം തന്നെയാണ്. ഇരട്ട രാജയോഗമാണ്. രാഹുവിൻ്റെ അനിഷ്ടങ്ങൾ മാറി ഐശ്വര്യം വരാൻ പോകുന്ന സമയം. എല്ലാ പ്രതിസന്ധികളും അകന്നു കിട്ടും.
ബിസിനസ് രംഗത്തുള്ളവർക്ക് ഇരട്ടി ലാഭം കൊയ്യാനുള്ള അവസരങ്ങൾ മുന്നിൽ തെളിയും. ഒരു ലോട്ടറി ആയിരിക്കും ചിലപ്പോൾ ജീവിതം മാറ്റുന്നത്. ലോട്ടറി വഴിയോ ഷെയർ മാർക്കറ്റ് വഴിയോ അപ്രതീക്ഷിത ധനഭാഗ്യം വന്നു ചേരും. പ്രണയത്തിന് അല്ലെങ്കിൽ പ്രണയവിവാഹത്തിന് തടസ്സങ്ങൾ നേരിട്ടവർക്ക് അത് മാറിക്കിട്ടും. ആഗ്രഹിച്ച വാഹനം വാങ്ങാൻ സാധിക്കുന്ന സമയമാണ്. ശത്രുക്കളുടെ നീക്കങ്ങളെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. 4ാമത്തെ നക്ഷത്രം ഉത്രാടമാണ്. ഇരട്ട രാജയോഗത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ട്. ഉത്രാട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി സൗഭാഗ്യ സമ്പന്നതയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വലിയ വിജയം നേടാൻ സാധിക്കും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും ഉന്നത വിജയം ഉറപ്പാണ്. ദീർഘകാലമായുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വലിയ സഹായങ്ങൾ പ്രതീക്ഷിക്കാം. വീട് മാറ്റത്തിനോ പുതിയൊരു ഗൃഹം വാങ്ങാനോ ഉള്ള ശ്രമങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. 5ാമത്തെ ഏറ്റവും അധികം ഭാഗ്യമുള്ള, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന ഒരു നക്ഷത്രമുണ്ട്. അത് മറ്റാരുമല്ല, ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള, നേട്ടം ഒരുപാട് കൊയ്യുന്ന, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന 5ാമത്തെ നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. ശനിദോഷങ്ങൾ അകലുകയാണ്. ഐശ്വര്യം വന്നു ചേരാൻ പോവുകയാണ്. പ്രതിസന്ധികളൊക്കെ മാറാൻ പോവുകയാണ്. ഒരു പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി വലിയ ഉയർച്ചയിലെത്തുന്ന സമയമാണ്. കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആശങ്കകളൊക്കെ മാറുന്ന സമയമാണ്. ദൂരയാത്രകൾ വഴി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ട രാജയോഗം വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും. ഞാനീ പറഞ്ഞ 5 നക്ഷത്ര ജാതകരും നാളെ വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും. മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുന്നത് ഭാഗ്യം ഇരട്ടിയാക്കാൻ സഹായിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. മറുപടി തരും. ഓൺലൈനായിട്ടാണ് നോക്കുന്നത്. ജാതകം അതുപോലെ തന്നെ ഗൃഹനിലയുടെ PDF ഒക്കെ അയച്ചു തരും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെയാണ് ഞാൻ ഈ പറഞ്ഞ 5 നക്ഷത്ര ജാതകർക്കും വരാൻ പോകുന്നത്. അപ്പോൾ ക്ഷേത്ര ദർശനം നടത്തണം. വെള്ളിയാഴ്ചയാണ് നാളെ. ദേവീ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒരു വലിയ മനോഹരമായ ദിനങ്ങളാണ് ഇനി നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. ആ സുവർണ ദിനങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ സ്വന്തമാക്കാൻ സാധ്യമാക്കും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. രക്ഷപ്പെടുക തന്നെ ചെയ്യും. രക്ഷപ്പെടാൻ ഈശ്വരൻ കനിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.